എല്ലാവർക്കും നമസ്കാരം. എഡ്യൂമെറ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെ സംബന്ധിച്ച് 1-2-3 വീഡിയോകൾ പലപ്പോഴായിട്ട് 1 വർഷം മുൻപൊക്കെ എഡ്യൂമെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി ചില വിഷയങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയവുമായി എഡ്യൂമെറ്റ് വരുന്നത്. അപ്പോൾ ഈ അടുത്തിടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. മറ്റൊരാളിൻ്റെ ഉടമസ്ഥതയുള്ള വാഹനം സ്വകാര്യ വാഹനം വേറൊരാൾ ഓടിച്ചാൽ അത് കുറ്റകരമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരവധി സംശയങ്ങളാണ് ഫോണിലൂടെയും മെസ്സേജുകളായും ഒക്കെ വന്നത്. അതിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയം, ഒരു സ്വകാര്യ വാഹനം ഉടമസ്ഥനല്ലാതെ മറ്റാരെങ്കിലും ഓടിച്ചുകൊണ്ടുപോയി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം കൊടുക്കുമോ എന്നുള്ള ഒരു ചോദ്യം. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ എഡ്യൂമെറ്റ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫർമേറ്റീവ്സ് ആയ വിഷയങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ആക്കി വെക്കുന്നത് നന്നാവും. ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഒരു സിവിൽ കരാറാണ്, ഒരു ഉടമ്പടിയാണ്. അതായത് ഇൻഷുറൻസ് കമ്പനിയും ഈ ഇൻഷേർഡ് ആരാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അയാളും തമ്മിലുള്ള ഒരു കരാറാണ് എന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അതൊരു മോട്ടോർ വെഹിക്കിൾ ആയി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഉടമസ്ഥന്റെ കൈവശത്തിലുള്ള ആ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയുമായി ഏർപ്പെടുന്ന ഒരു കരാറാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അതിൽ പല കണ്ടീഷൻസും ഉണ്ടാവും, പല വ്യവസ്ഥകളുണ്ടാവും. ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഈ ഇൻഷുററും ഇൻഷേർഡും അതായത് ഉടമസ്ഥനും ഇൻഷുറൻസ് കമ്പനിയും ബാധ്യസ്ഥരാണ്. നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഐ വിൽ കോമ്പൻസേറ്റ് ദ ലോസ് എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി ഈ ഇൻഷുർ ചെയ്യുന്ന ആളിന് നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് 2 തരം പോളിസികളാണ് സാധാരണ പൊതുവെ വിറ്റുവരുന്നത്. ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, അത് കമ്പൽസറിയാണ്. മറ്റൊന്ന് ഓൺ ഡാമേജ് അല്ലെങ്കിൽ നമ്മുടെ കോംപ്രിഹെൻസീവ് പോളിസി, നമ്മൾ ബമ്പർ ടു ബമ്പർ പോളിസി എന്നൊക്കെ പറയാറുണ്ട്. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി ഇത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. എങ്കിലും പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ 5 വർഷത്തേക്ക് അവർ തേർഡ് പാർട്ടി ഇൻഷുറൻസും 1 വർഷത്തേക്ക് ഫുൾ കവറേജുമാണ് നൽകുന്നത്. ഈ ഫുൾ കവറേജ് ഉള്ള വാഹനങ്ങൾ നമ്മൾ ഓരോ വർഷവും കൂടുമ്പോൾ അതിൻ്റെ ഫുൾ കവറേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോംപ്രിഹെൻസീവ് പോളിസിയുടെ പ്രീമിയം അഡീഷണലായി നമ്മൾ ഓരോ വർഷവും അടയ്ക്കണം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി മാത്രം നിലനിൽക്കും. തേർഡ് പാർട്ടി ഇൻഷുറൻസുകൾ കൊടുക്കുമ്പോൾ അതിലുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകും. ഓൺ ഡാമേജ് അതിനകത്ത് വരുന്നില്ല. എന്നാൽ നമ്മൾ പലപ്പോഴും പോളിസികൾ എടുക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമെന്നല്ലാതെ നമ്മൾ അതിൻ്റെ വ്യവസ്ഥകളൊന്നും തന്നെ ചോദിക്കാറില്ല, നമ്മൾ മനസ്സിലാക്കാറുമില്ല. ഏത് ഇൻഷുറൻസ് പോളിസി ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർക്ക് വാലിഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏത് കാറ്റഗറിയിൽ പെട്ട വാഹനമാണോ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വാഹനം മാത്രമേ ഓടിക്കുവാൻ പാടുള്ളൂ. മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ വാഹനം ഓടിച്ച് പരിക്ക് പറ്റിയാൽ ഇൻഷുറൻസ് കമ്പനി ലയബിൾ അല്ല. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില കണ്ടീഷൻസാണ്. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിയാൽ നമ്മളതിൻ്റെ RC നമ്മുടെ പേരിലേക്ക് മാറ്റും. എന്നാൽ പല ആളുകളും ഇൻഷുറൻസ് അവരുടെ പേരിലേക്ക് മാറ്റാറില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പലർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. അതായത് നമ്മുടെ റൂൾ അനുസരിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം നമ്മൾ വാങ്ങി RC നമ്മുടെ പേരിലേക്ക് മാറി 14 ദിവസത്തിനകം 14 ഡേയ്സിനകം നമ്മൾ ഇൻഷുറൻസ് നമ്മുടെ പേരിലേക്ക് മാറ്റേണ്ടത് ആണ്. അപ്പോൾ അതിന് ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഈ പോളിസി നമ്മുടെ RCയുടെ പുതിയ RC ബുക്കിൻ്റെ കോപ്പിയുമായി ഇൻഷുറൻസ് കമ്പനി സമീപിച്ചാൽ ചെറിയൊരു ഫീസ് അടച്ച് അത് നമ്മളുടെ പുതിയ ഇൻഷുറൻസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ ഫീസ് അടയ്ക്കുമ്പോൾ അത് നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകും. അങ്ങനെ ചെയ്യാതിരുന്നാൽ അതിനുണ്ടാകുന്ന നിയമപരമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്രയർ ഓണറുടെ പേരിലും
വാഹനം നമ്മുടെ പേരിലുമാകുമ്പോൾ അത് ഒരുപാട് നിയമപരമായ കുരുക്കുകൾ, എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അത് ഒരുപാട് നിയമപരമായ കുരുക്കുകളിലേക്ക്, നിയമപ്രശ്നങ്ങളിലേക്ക്, നിയമപരമായ തർക്കങ്ങളിലേക്കൊക്കെ വഴിതെളിക്കും. അതുകൊണ്ട് നമ്മൾ അത്തരം തർക്കങ്ങളിലൊന്നും പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാൽ നമ്മൾ 14 ഡേയ്സിനകത്ത് നമ്മുടെ പേരിലേക്ക് അത് RC ചേഞ്ച് ചെയ്ത് 14 ഡേയ്സിനകത്ത് നമ്മുടെ പേരിലേക്ക് അതിൻ്റെ ഇൻഷുറൻസ് പോളിസി മാറ്റേണ്ടത് നിർബന്ധമാണ്. പോളിസി റൺസ് വിത്ത് ദ വെഹിക്കിൾ എന്നൊക്കെ സുപ്രീം കോടതി പരാമർശിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഇത് വലിയ ഒരു നിയമയുദ്ധത്തിലൊക്കെ വഴിതെളിക്കാറ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി ഇൻഷുറൻസും കോംപ്രിഹെൻസീവ് പോളിസി ഇൻഷുറൻസും നമുക്ക് എടുക്കാൻ കഴിയും. ഇതിൽ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു ടേമാണ്, പല ഇൻഷുറൻസ് കമ്പനികളും നമ്മൾ പറയാത്ത ഒരു ടേമാണ് ആഡ് ഓൺ കവറുകൾ എന്ന് പറയുന്നത്. ആഡ് ഓൺ കവറുകൾ എന്ന് പറയുന്ന അടിസ്ഥാന പോളിസിയോടൊപ്പം ഒരു അഡീഷണൽ പ്രീമിയം കൂടി നമ്മൾ അടച്ചതിന് ശേഷം അഡീഷണൽ ആയിട്ടുള്ള കവറേജുകൾ നമുക്ക് കൂടുതലായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പോളിസി എടുക്കുമ്പോൾ ആഡ് ഓൺ കവറുകളും അത് കവർ ചെയ്യുന്ന മേഖലകളും അതിനുണ്ടാകുന്ന പ്രീമിയവും അതിൻ്റെ എമൗണ്ടും ഒക്കെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ സാമ്പത്തിക നഷ്ടത്തെ അത് ദൂരീകരിക്കാൻ നമ്മെ സഹായിക്കും. നമ്മളൊരു വാഹനത്തിൽ കോംപ്രിഹെൻസീവ് പോളിസികൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പറൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ആഡ് ഓൺ കവറുകൾ അഡീഷണൽ ആവശ്യം വരുന്നില്ല, എല്ലാം മിക്കവാറും അതിലെല്ലാം കവറായി ഇരിക്കും. എന്നാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ഓൺ കവറുകൾ അത് എടുത്ത് വെക്കേണ്ടത് നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് കമ്പൽസറി PA കവറേജ് പോളിസി നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. അൺനെയിംഡ് പാസഞ്ചേഴ്സ് ആയിട്ട് നമ്മൾ ആഡ് ഓൺ കവർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആര് വണ്ടി ഓടിച്ച് അപകടം സംഭവിച്ചാലും അതിന് നമുക്ക് പരിക്ക് പറ്റിയാൽ അതിൻ്റെ കോമ്പൻസേഷൻ നമുക്ക് ലഭിക്കും. ഒരു വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ചാണ് ഈ അൺനെയിംഡ് പാസഞ്ചേഴ്സിൻ്റെ കവറേജ് നമ്മൾ എടുക്കുന്നത്. അത് 5 സീറ്റർ ആണെങ്കിൽ അത് 5 സീറ്റിനും നമ്മൾ അൺനെയിംഡ് പാസഞ്ചേഴ്സ് എടുത്തു വെക്കണം. ഇനി മോട്ടോർ ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ പില്യൺ റൈഡർക്ക് നമ്മളത് അൺനെയിംഡ് പാസഞ്ചർ എന്ന നിലയിൽ പില്യൺ റൈഡർക്ക് എടുത്തു വെക്കുന്നത് വളരെ ഗുണകരമാണ്. മോട്ടോർ സൈക്കിളിൽ പിൻഭാഗത്തിരിക്കുന്ന ആളിന് ഈ അൺനെയിംഡ് പാസഞ്ചർ കവർ എടുത്തു വെച്ചില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ പരിരക്ഷ കിട്ടുകയില്ല എന്നുള്ളത് നമ്മൾ അറിയണം. ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളാണെങ്കിൽ അതിന് എത്രയാണോ സീറ്റിംഗ് കപ്പാസിറ്റി, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് എത്രയാണോ സീറ്റിംഗ് കപ്പാസിറ്റി അത് നിർബന്ധമായും തേർഡ് പാർട്ടി ഇൻഷുറൻസിനൊപ്പം എടുത്ത് വെക്കേണ്ടതാണ്. അത് ആഡ് ഓൺ കവറായിട്ട് വരില്ല, അത് കമ്പൽസറിയാണ്. അപ്പോൾ അത് നിർബന്ധമാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങളിൽ നമ്മളിത് ചോദിച്ച് അത് ആഡ് ചെയ്ത് വെക്കണം. കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് അത് ആഡ് ഓൺ കവറായിട്ടല്ല കണക്കാക്കുന്നത്, അത് കമ്പൽസറി ആയിട്ട് കണക്കാക്കും. അപ്പം നമ്മുടെ ചോദിച്ച ചോദ്യത്തിൻ്റെ സംശയത്തിലുള്ള മറുപടി ഇതാണ്. നമ്മൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് നമ്മുടെ വാഹനങ്ങൾക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് നമ്മൾ ആഡ് ഓൺ കവറായിട്ട് ഈ അൺനെയിംഡ് പാസഞ്ചേഴ്സിന് കവറേജ് കിട്ടത്തക്ക രീതിയിൽ ആഡ് ഓൺ കവർ എടുത്തു വയ്ക്കുമ്പോൾ അത് ആരോടിച്ചാലും എല്ലാവർക്കും അതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കുന്നത് ആണ്. അത് എടുത്തു വെച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ പോളിസി എടുക്കാൻ ചെല്ലുന്ന ഇൻഷുറൻസ് കമ്പനികളോ അതുപോലെ അത് നമ്മളെ എടുപ്പിക്കാൻ നമ്മുടെ പിന്നാലെ വരുന്ന ഏജന്റുമാരോ ഒന്നും ഇക്കാര്യങ്ങൾ നമ്മളോട് പറയണമെന്ന് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആഡ് ഓൺ കവറുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ വെഹിക്കിൾ ഓണേഴ്സും അവരവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആഡ് ഓൺ കവറുകൾ തങ്ങളുടെ വാഹനത്തോടൊപ്പം ആഡ് ചെയ്ത് അഡീഷണൽ പ്രീമിയം അടയ്ക്കുന്നത് നന്നാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ പ്രയോജനപ്രദമായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഇൻഫോർമേറ്റീവ്സായ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓണാക്കി വയ്ക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി എഡ്യൂമേഡ് ബൈ അഡ്വക്കേറ്റ് ബിജു സൈനിങ് ഓഫ്.